കരങ്ങളെ കൂപ്പിയോ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചോ ഈ നിമിഷം പ്രാർത്ഥിക്കാം. വചനം പറയുന്നില്ലേ, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഈ ഭൂമിയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അറിവ് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ഹൃദയത്തിൻ്റെ ശാന്തതയിൽ ഏതാനും നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മുടെ ഹൃദയം ശാന്തമാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അസ്വസ്ഥമായിരിക്കാം. മനസ്സിനും ഹൃദയത്തിനൊന്നും ഒരു സ്വസ്ഥതയില്ലാതായിട്ട് നാളുകളായി കാണും. അതുകൊണ്ടെന്ന രാത്രിയുടെ യാമങ്ങൾ പോലും ഉറക്കമില്ലാത്ത രാത്രിയുടെ യാമങ്ങളായി മാറിയിട്ടുണ്ടാകാം. പകൽ മുഴുവനും ചില ജീവിതത്തിൻ്റെ ദുരവസ്ഥകളെക്കുറിച്ചുള്ള ആലോചനകൾ മനസ്സിലിങ്ങനെ തികട്ടി വരുന്നത് പോലെ വരുന്നുണ്ടാകാം. അതുകൊണ്ട് സന്തോഷിക്കാനോ സമാധാനത്തിൻ്റെ തികവിൽ ജീവിക്കാനൊക്കെ പറ്റാത്ത രീതിയിൽ വല്ലാതെ ഹൃദയം ഭാരപ്പെടുന്നുണ്ടാകാം. ഭാരം വഹിക്കുന്നവർ, അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇയാൾ ധാരയിലുണ്ടല്ലോ. നിന്റെ ഹൃദയം കടന്നു പോകുന്ന, നിന്റെ മനസ്സ് കടന്നു പോകുന്ന അസ്വസ്ഥതകൾ എന്തുമാകട്ടെ, തമ്പുരാന്റെ സ്നേഹത്തിൽ സമർപ്പിക്കാനുള്ള ഒരു ധൈര്യമാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ധൈര്യം കിട്ടിയാൽ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈശോയെ, ഈ മക്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളെയും അസ്വസ്ഥതകളെയും ബുദ്ധിമുട്ടുകളെയും കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളെയും ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം ഈശോയെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഒരു കൊച്ചുകുഞ്ഞ് അപ്പൻ്റെ കയ്യിലേക്ക് തൻ്റെ ജീവിതം എടുത്തു വയ്ക്കുന്നത് പോലെ കർത്താവ്, നീ ഞങ്ങളെ കരുതിക്കൊള്ളുമെന്നും നീ ഞങ്ങളെ നോക്കുമെന്നും നീ ഞങ്ങളെ പരിപാലിക്കുമെന്നും വചനം പറയുന്നത് പോലെ നീ ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നും വിശ്വസിച്ചുകൊണ്ട് ഒരു സമർപ്പണം നടത്താൻ കർത്താവ് ഈ നിമിഷം ഞങ്ങൾക്ക് ധൈര്യം തരണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ധൈര്യമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ മനസ്സുകൊണ്ട് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണോ? എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകളെ, എൻ്റെ വൈകാരികതകളൊക്കെ ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുന്നൊരു ധൈര്യം നമുക്ക് വേണം. സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തകർന്ന അവസ്ഥയാണോ? എൻ്റെ വരുമാന മാർഗങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാൻ എൻ്റെ ദൈവം നോക്കിക്കൊള്ളുമെന്ന് ഹൃദയം കൊണ്ട് പറയാൻ പറ്റുന്നൊരു ധൈര്യം നമുക്ക് വേണം. മക്കളെ ഓർത്ത് അസ്വസ്ഥരായിരിക്കുന്നവരുണ്ടാകാം. മക്കളുടെ ജീവിതം, ഭാവി, വിവാഹം, പഠനം, അവരുടെ വിശുദ്ധ ജീവിതം, ഇതേക്കുറിച്ചൊക്കെ വല്ലാതെ ഭാരപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നവർ രക്ഷക്കൂട്ടായ്മയിലുണ്ടാകാം. എൻ്റെ കുഞ്ഞിനെ എൻ്റെ ദൈവം നോക്കിക്കൊള്ളുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നൊരു കരുത്തെടുത്താൽ, അത് ധൈര്യം കിട്ടിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായിട്ട് മാറും. എൻ്റെ ദൈവം, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, എൻ്റെ ദൈവീക സംരക്ഷണത്തിൽ എൻ്റെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. അവിടെ മനസ്സിന് സ്വസ്ഥതയുണ്ട്. അവിടെ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള മനസ്സിൻ്റെ ആകുലതകൾക്ക് സ്ഥാനമില്ല. ഇനി സ്വന്തം ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമൊക്കെ ചില ആശങ്കകൾ മനസ്സിനെ അലട്ടുന്നുണ്ടോ? ആ വിഷയങ്ങളുടെ മീതെയും ദൈവത്തിന് അധികാരം കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അതുകൊണ്ടല്ലേ പത്രോസ്ലിഹ പറഞ്ഞത്, 1 പത്രോസ് 5:6 മുതലുള്ള വചനങ്ങൾ, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ നിങ്ങൾ താഴ്മയോടെ നിൽക്കാൻ. ദൈവത്തിൻ്റെ കരം അത് ശക്തമായ കരമാണ്. ആ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കാനാണ് പറഞ്ഞ്, എളിമപ്പെട്ട് നിൽക്കാൻ. അല്ല, ഒരു ശക്തമായ കരത്തിൻ്റെ കീഴെ നിൽക്കുമ്പോൾ നമ്മളൊന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതില്ല. അതും ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെയാണെങ്കിൽ നമ്മളൊന്നിനെക്കുറിച്ചും അസ്വസ്ഥരാകേണ്ടതില്ല. അശക്തമായ കരത്തിൻ്റെ കീഴെ വചനം പറയുന്ന പോലെ നിങ്ങൾ ശാന്തതയോടെ എളിമയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് നിന്റെ ദൈവം നിന്നെ ഉയർത്തിക്കൊള്ളും. നിന്റെ ആകുലതകളെല്ലാം അവനെ ഏൽപ്പിക്ക്. അവൻ നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിന്റെ എല്ലാ ആകുലതകളും അവനെ ഏൽപ്പിക്കാനാ പത്രോസ്ലിഹ പറയുന്നത്. കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഭാരവും ഇറക്കി വയ്ക്കേണ്ട സമയമാണ്.
ഈ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ തിരികെ പോകുമ്പോൾ വന്നവരെ പോലെ നമ്മൾ പോകരുത്. ആരൊക്കെ കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ, ആരൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നിട്ടുണ്ടോ, അവരൊക്കെ തിരിച്ചു പോയപ്പോൾ പുതിയ മനുഷ്യരായിട്ടാണ് തിരിച്ചു പോയത്. വന്ന വഴിയല്ല അവർ തിരികെ പോയത്, വന്ന അനുഭവത്തിലൂടെയുമല്ല അവർ തിരികെ പോയത്. തുറന്നു പിടിക്കുമ്പോൾ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ അതിരം തുറന്ന് സ്വരമുയർത്തി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കാരുണ്യവാനായ ദൈവമേ, നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഞങ്ങളോട് കാണിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്ന അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, നാളിതുവരെ നിന്റെ സ്നേഹത്തിലും നിന്റെ കാരുണ്യത്തിലും നീ ഞങ്ങളെ പൊതിഞ്ഞു പിടിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രകളെയും നീ പൊതിഞ്ഞു പിടിക്കുമെന്ന് നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് വേണ്ട സുരക്ഷിതത്വം ഏർപ്പെടുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്താൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ധൈര്യം തരണമേ, ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും നിന്റെ സ്നേഹത്തിലും നിന്റെ കാരുണ്യത്തിലും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും നിന്റെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇരുകരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്തെല്ലാം വിഷയങ്ങളാണ് തമ്പുരാൻ്റെ സ്നേഹത്തിൽ സമർപ്പിക്കാൻ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്നേഹത്തിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം തരും. ആ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഏതാനും നിമിഷം ഒന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. തമ്പുരാൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത് വിശ്വാസത്തിലാണ്. വിശ്വസിക്കുക. ദൈവം എന്നെ തൊട്ടെന്നും ദൈവം എന്നെ സ്പർശിച്ചെന്നും ദൈവൻ്റെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഇറങ്ങി വന്നുവെന്ന് വിശ്വസിക്കുക. എൻ്റെ രോഗങ്ങൾ കർത്താവ് സുഖമാക്കിയെന്ന് വിശ്വസിക്കുക. ഞാൻ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെട്ട് കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുക. തമ്പുരാനൊരു പരിഹാരം ഈ വിഷയത്തിൽ തരുമെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, hallelujah, hallelujah.